Hi everyone, welcome back to Chinu's Taste Buds. ഇന്ന് ഞാനൊരു ഇൻസ്റ്റൻറ്റ് പിസ്ത ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നൊരു ഐസ്ക്രീം റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് പാല് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്തിട്ടുള്ളതാണ്. അതായത് 1/2 ലിറ്റർ പാല് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു കത്തി കൊണ്ട് സൈഡിൽ നിന്ന് ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിട്ടുള്ളൊരു വഴിയെന്ന് വെച്ചാൽ പാല് നമ്മുടെ ഐസ് ട്രേയിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്ത് 1/2 ലിറ്റർ പാല് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ഫ്രീസ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്കിങ്ങനെ കുത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഐസ് ക്യൂബ്സ് ആക്കി കിട്ടുന്നതുമാണ്. പിന്നെ എല്ലാം ഇതേപോലെ പീസസ് ആക്കി എടുക്കുക. എന്നിട്ടിത് നമുക്ക് പകുതി നമുക്ക് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കാര്യം ഒരുമിച്ച് എല്ലാം കൂടെ മിക്സിയിലേക്ക് ഇട്ടാൽ ഞാൻ ഇപ്പോൾ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരുമിച്ച് എല്ലാം കൂടെ ഇടാൻ പറ്റില്ല. അപ്പോൾ ഒരു പകുതി ഭാഗം മാത്രം ഞാൻ ഇതിലേക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ വേറെ ഫ്രഷ് ക്രീമോ ഒന്നും ചേർക്കുന്നില്ല. എന്നാലും തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീം റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് പിസ്ത എസൻസ് ആണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം പിസ്ത എസൻസ്, ടൈഗർ ബ്രാൻഡിൻ്റെ പിസ്ത എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഐസ്ക്രീമിന്. ഇന്നിപ്പോൾ പാലെപ്പോഴും ഫ്രീസറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കുമ്പോൾ തന്നെ കടയിൽ നിന്നും വാങ്ങിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒരുവിധം അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഐസ് ക്യൂബ്സും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇതൊന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ നല്ല ക്രീമി ആയിട്ടുള്ള പിസ്ത ഐസ്ക്രീം തയ്യാറായിട്ടുണ്ട്. ഇതുടനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാലും പാല് ഫ്രീസ് ചെയ്ത പാല് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ മെസ്സേജ് കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.